അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ സോഷ്യലിൻ്റെ പീരീഡിലാണുള്ളത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന പാഠഭാഗം കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയിലുള്ള സാംസ്കാരികമായ വികാസത്തെക്കുറിച്ച്, അഥവാ അവിടെ ഉണ്ടായ സാംസ്കാരികമായ പുരോഗതികളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന പാഠഭാഗം. ഓക്കെ, നമുക്കറിയാം ഒരുപാട് കൾച്ചറുകളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും അങ്ങനെ തുടങ്ങി ഒട്ടനവധി മതങ്ങൾ അനുഷ്ഠിക്കുന്ന, മതത്തിൽ ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യത്താണ് നാം നിലകൊള്ളുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചറുകൾ എല്ലാ മതസ്ഥർക്കുമുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് തന്നെ പാഠഭാഗത്തേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ദ മെഡീവൽ പീരീഡ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഏജ് ഓഫ് ഗ്രേറ്റ് കൾച്ചേഴ്സ് ഇൻ ഇന്ത്യ. മെഡീവൽ പീരീഡാണ് ഒരു വലിയ കൾച്ചറൽ, ഇന്ത്യയുടെ കൾച്ചറിൽ ഒരുപാട് ഉത്തുംഗതയുണ്ടായ കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്നുള്ളത്. തുർക്കുകളും അതുപോലെ തന്നെ മുഗളന്മാരും തന്നെ അവരുടേതായ ഫ്രഷായ ഐഡിയകളൊക്കെ തന്നെ കൊണ്ടുവന്ന് പുതിയ ഒരു രീതി, പുതിയ റിലീജിയനും അതുപോലെ തന്നെ പുതിയ ഫിലോസഫിയും പുതിയ ഐഡിയാസൊക്കെ തന്നെ അവർ കൊണ്ടുവരികയും അതുപോലെ തന്നെ ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും തന്നെ ഒരു മാറ്റങ്ങൾ അവർ കൊണ്ടുവരികയുണ്ടായി. മാത്രമല്ല അവർ വന്നതോടുകൂടി, മുഗളന്മാരൊക്കെ തന്നെ വന്നതോടുകൂടി ആർക്കിടെക്ചറിലും അതുപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിലും വളരെയേറെ ഉത്തുംഗതി പ്രാപിച്ച കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്നുള്ളത്. ആ കാലത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കറിയാം, താജ്മഹലും അതുപോലെ തന്നെ കുത്തുബ് മിനാറൊക്കെ തന്നെ അതിൽ പ്രധാന ബിൽഡിങ്ങുകളിൽ പെട്ടതാണ്. ഓക്കെ, ദ സിന്തസിസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഗേവ് ബർത്ത് ടു ന്യൂ ഫിലോസഫിക്കൽ ആൻഡ് റിലീജിയസ് ട്രഡീഷൻസ്, ഐഡിയാസ്, ഫോംസ് ആൻഡ് സ്റ്റൈൽസ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സ്പിയേഴ്സ് ഓഫ് കൾച്ചർ. ഓരോ കൾച്ചറും, ഓരോ വ്യത്യസ്തമായ കൾച്ചറുകൾ തന്നെ ഓരോ പുതിയ ഫിലോസഫിക്കലും അതുപോലെ തന്നെ റിലീജിയസ് ട്രഡീഷൻസുമാണ് കൊണ്ടുവരുന്നത്. പുതിയ പുതിയ ഐഡിയാസുകളും പുതിയ പുതിയ സ്റ്റൈലുകളുമാണ് രൂപാന്തരപ്പെടുത്തുകയാണ് ഓരോ കൾച്ചറുകളും ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായി നമുക്ക് കൾച്ചറുകൾ പഠിക്കാനുള്ളത് സൂഫിസത്തെക്കുറിച്ചാണ്. സൂഫിസം എന്നുള്ളത് ഇസ്ലാമിക മതാനുഷ്ഠാന പ്രകാരമുള്ള ഒരു ആത്മീയ മുന്നേറ്റത്തിന് രൂപാന്തരപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സൂഫിസം എന്നുള്ളത്. അവ 11ാം നൂറ്റാണ്ടിലാണ് ഡെവലപ്മെൻ്റായിട്ട് വന്നത്. ഓക്കെ, Sufism or mysticism emerged in the 8th century and among the early known Sufis were Rabiat al-Adawiya, al-Junayd al-Baghdadi and Bayez Bastami എന്നീ മഹാന്മാരൊക്കെയാണ് പണ്ട് കാലത്ത് അറിയപ്പെട്ട സൂഫി ചിന്തകന്മാർ, അല്ലെങ്കിൽ സൂഫികൾ എന്ന് പറയാം. ഓക്കെ, സൂഫികളായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അവരെക്കുറിച്ച് ധാരാളം അറിയുന്നതാണ്. തസോഫിൻ്റെ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയവരാണ് ഈ റാബിയത്തുൽ അദവിയും അതുപോലെ തന്നെ ജുനൈദ് അൽ ബഗ്ദാദിയും വിസ്താമി റഹിമുള്ള എന്നീ മഹാന്മാരൊക്കെ തന്നെ. ഫണ്ടമെൻ്റൽ സൂഫിസം ഈസ് ഗോഡ്. ഈ സൂഫിസത്തിൻ്റെ പ്രധാന അടിസ്ഥാനം തന്നെ ദൈവവും അതുപോലെ തന്നെ മനുഷ്യനും അതുപോലെ തന്നെ അവർക്ക് രണ്ട് തമ്മിലുള്ള ഇടയിലുള്ള ഇഷ്ക് അഥവാ ലവ്, പ്രണയവുമാണ് സൂഫിസം എന്നുള്ളത്. ഈ തിയറി വരുന്നത് റൂഹിലൂടെയാണ്. റൂഹും അതുപോലെ തന്നെ കുർബത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് അഥവാ ദൈവത്തോടുള്ള അടുപ്പം, ആൻഡ് ഹുലൂൽ, ഇൻഫ്യൂഷൻ ഓഫ് ദി ഡിവൈൻ സ്പിരിറ്റ്. ഇൻഫ്യൂഷൻ എന്ന് വെച്ചാൽ ആവേശം പകരൽ, ഓഫ് ദി ഡിവൈൻ സ്പിരിറ്റ്, ദൈവികമായ സ്പിരിറ്റിൽ ഒരു ആവേശം പകരലും അതൊക്കെയാണ് സൂഫിസത്തിലൂടെ ഉണ്ടാവുന്നത്. ദേ ബിലീവ് ദാറ്റ് ഫ്രം മാൻ എമർജ് ദ തിയറീസ് ഓഫ് റൂഹ്. മനുഷ്യൻ എന്താണ്, റൂഹിൻ്റെ തിയറികൾ അവന് വളർന്ന് വലുതാക്കുന്നു. ഓക്കെ, ദ ഫ്രം റിലേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ ഐഡിയാസ് സച്ച് ആസ് ഇഷ്ക് ആൻഡ് ഫാന കം ഇൻ ടു ബീങ്. ദൈവവും അതുപോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തോടു കൂടി അവിടെ ഇഷ്കും അതുപോലെ തന്നെ അവരുടെ ഇടയിൽ വളരെ വലിയ ഒരു ബന്ധം തന്നെ അവർക്ക് തമ്മിൽ ഇടയിലുണ്ടാവുന്നു. നമുക്കറിയാം സൂഫികൾ എന്നുള്ളത് തന്നെ അവർ
സമയം അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് മാത്രം അള്ളാഹുവിൻ്റെ ഇഷ്കിൽ ലയിച്ചവരാണ് സൂഫികൾ എന്നുള്ളത്. ഓക്കെ, അതാണ് അടുത്ത് പറയുന്നത്. ഹു കെപ്റ്റ് ദെയർ ഹേർട്ട് പ്യുവർ, അവരുടെ ഹൃദയം പുവറായിട്ട് അഥവാ നല്ല രീതിയിൽ അവരുടെ ഹൃദയം സൂക്ഷിച്ചവരാണ് സൂഫികൾ എന്നുള്ളത്. ദേ സോട്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗോഡ് ത്രൂ ദെയർ അസറ്റിക് പ്രാക്ടീസസ് ആൻഡ് ഡോക്ട്രൈൻ ഓഫ് ഡിവൈൻ ലവ് ആൻഡ് യൂണിയൻ വിത്ത് ഗോഡ്. അള്ളാഹുവിനെ തേടാൻ വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടും, നമ്മുടെ മലയാളത്തെ അറബി ടേമുകളായ ഇബാദത്തുകൾ എന്നൊക്കെ പറയാം, അതുപോലെ തന്നെ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി തേടുന്നവരാണ് സൂഫികൾ എന്നുള്ളത്. ദ മുരീദ് പാസ് ത്രൂ മക്കാമാത്ത്, ഓരോ മുരീദ് സൂഫികളിലെ ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ പ്രത്യേക ഒരു പദവിയാണ് മുരീദ് എന്നുള്ളത്. അവർ പ്രത്യേകമായ സ്റ്റേജുകൾ മക്കാമാത്തിലൂടെ മക്കാമാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പദവികളിലൂടെ അവർ ഉന്നത സ്ഥാനത്തിലേക്ക് അള്ളാഹുമായിട്ട് അടുക്കുമ്പോൾ പ്രത്യേകമായ മക്കാമാത്തിലേക്ക് അവർ എത്തുന്നു. ഈ മുരീദന്മാരും അതുപോലെ തന്നെ സൂഫികളൊക്കെ തന്നെ താമസിക്കുന്ന ഇടത്തിനാണ് ഖാൻഖ എന്ന് പറയുക. അവരുടെ സൂഫി ഓർഡറുകൾ അഥവാ സൂഫി തരീഖകളൊക്കെ തന്നെ ഉണ്ടാവുന്ന അവരെ അനുഷ്ഠിക്കുന്ന ഒരു കേന്ദ്രത്തിന്, പ്രഭവ കേന്ദ്രത്തിനാണ്, സെൻറ്ററിനാണ് ഖാൻഖ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഷെയ്ഖന്മാരും അതുപോലെ തന്നെ മുരീദുകളും തന്നെ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി ആരാധിക്കുന്നു. അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്കിലേക്ക് ലയിച്ചു ചെയ്യുകയാണ് ഖാൻഖയിലൂടെ അവർ ചെയ്യുന്നത്. ഓക്കെ, 11-ാം നൂറ്റാണ്ടിലെ സൂഫികൾ എന്തായി, ഒരു സിൽസിലകൾ രൂപാന്തരപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം ഓരോ സിൽസിലകൾ, ഖാദിരിയ, അതുപോലെ ചിശ്തിയ, സുഹ്റവർദിയ, അങ്ങനെയുള്ള ഒരുപാട് തിജാനിയ, ഇങ്ങനെ ഒരുപാട് സിൽസിലകൾ 11-ാം നൂറ്റാണ്ടോടുകൂടി സൂഫികൾ രൂപാന്തരപ്പെടുത്തുകയുണ്ടായി. ഓരോ സൂഫികളും മരിക്കുന്നതോടുകൂടി അവരുടെ അനന്തരാവകാശിയായിട്ട് അവരുടെ മുർഷിദുമാർ അവരെ അനന്തരമെടുക്കുന്നു. In the 10th century, Sufism spread across the important regions of Islamic Empire. 10-ാം നൂറ്റാണ്ടോടുകൂടി സൂഫിസം എന്നുള്ളത് ഈ ഇസ്ലാമിക രാജഭരണത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പരന്നു കിടക്കേണ്ടായി. ഇറാന്, ഖുറാസാന്, ട്രാൻസോക്സിയാന, ഈജിപ്ത്, സിറിയ, ബഗ്ദാദ് എന്നീ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സൂഫി സെൻറ്റേഴ്സായി മാറുകയുണ്ടായി. നമുക്കൊക്കെ എന്താ അറിയാം, മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹു തആല ഒരു പ്രസിദ്ധ സൂഫികളിലെ പ്രത്യേക ആദരിക്കപ്പെടുന്ന ഒരു മഹാനാണ് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാ. ഹി കൗൺസിൽഡ് ഇസ്ലാമിക് മിസ്റ്റിസം വിത്ത് ഇസ്ലാമിക് ഓർത്തഡോക്സി പ്രൊവൈഡിങ് സൂഫി മിസ്റ്റിസം എ സെക്യുലർ പ്ലേസ് ഇൻ ഇസ്ലാം. അദ്ദേഹം എന്തായി, ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ നിഷ്ഠകളൊക്കെ തന്നെ ഇസ്ലാമിക് ഓർത്തഡോക്സിയുമായിട്ട് അവർ കൂട്ടുകയും ഒരു സൂഫി മിസ്റ്റിസം തന്നെ ഇസ്ലാമിൽ ഒരു സൂഫി മിസ്റ്റിസം തന്നെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. He stressed on the need for the discipline to follow the guidance of the spiritual master. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാ ദൈവികമായ ചിന്തയ്ക്ക് വേണ്ടി അതിനുള്ള ഗൈഡൻസിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരു മഹാനാണ് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാ. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തസവുഫിലൊക്കെ തന്നെ പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഭാഗങ്ങളാണ്. ഇന്ത്യയിൽ എന്താണ്, ഈ 11-ാം നൂറ്റാണ്ടിലാണ് സൂഫി മൂവ്മെൻറ്റ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അൽ ഹുജ്വിരി എന്ന് പറയുന്ന ആളാണ് ഈ നോർത്ത് ഇന്ത്യയിൽ ഈ സൂഫി മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ഹി വാസ് ബറീഡ് ഇൻ ലാഹോറിലാണ് അദ്ദേഹം മറമാടപ്പെട്ടത്. ആൻഡ് റിഗാർഡ് ആസ് ദി ഓൾഡസ്റ്റ് സൂഫി ഇൻ ദി സബ്കോണ്ടിനെൻറ്റ്. ഓൾഡസ്റ്റ് സൂഫി എന്ന സബ്കോണ്ടിനെൻ്റ് ഉപഭൂഖണ്ഡത്തിലെ ഓൾഡസ്റ്റ് സൂഫിയായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ് അൽ ഹുജ്വിരി എന്ന് പറയുന്ന മഹാൻ. ഈ മിഡീവൽ ഇന്ത്യയിൽ ഒരുപാട് സൂഫി ഓർഡറുകൾ ഉണ്ടായിട്ടുണ്ട്. ചിശ്തിയ, സുഹ്റവർദിയ, ഖാദിരിയ, നക്ഷബന്ദിയ എന്നീ തരീഖത്തുകളൊക്കെ തന്നെ. ചിശ്തി ആൻഡ് സുഹ്റവർദിയ സിൽസിലാസ് വെയർ പോപ്പുലർ ഡ്യൂറിങ് ദി സൽത്തനേറ്റ് പീരീഡിൽ പോപ്പുലറായിട്ട് ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയാർജിച്ച രണ്ട് സിൽസിലകളാണ് ചിശ്തിയും അതുപോലെ തന്നെ സുഹ്റവർദിയ തരീഖത്തുകളും.
Suhrawardi was active in Punjab and Sindh, while the Chishti were active in Delhi, Rajasthan and parts of western Ganget plains. സുഹറവദ്യ തരീക്കത്ത് പഞ്ചാബിലും സിന്ധുവാണെങ്കിൽ ചിശ്തി തരീക്കത്ത് കൂടുതലായിട്ട് ഇത് ഡൽഹിയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ഏരിയകളിലുമാണ് ചിശ്തി തരീക്കത്തുണ്ടായത്. സുൽത്താനേറ്റ് പീരീഡ് അവസാനിക്കുന്നതോടുകൂടി ഈസ്റ്റേൺ ഭാഗത്തുകളിലൊക്കെ തന്നെ ഈ തരീക്കത്തുകളും അതുപോലെ തന്നെ സിൽസിലകളും ഓർഡേഴ്സൊക്കെ തന്നെ അവ സ്പ്രെഡാകാൻ തുടങ്ങി. ഓക്കെ. During the medieval period, the Sufis played an important role in interpreting and elaborating on Islamic theological concept like Wahdatul Wujud. മിഡീവൽ പീരീഡ് എന്നാണ് സൂഫികളിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ഇസ്ലാമിക്കിലെ വഹദത്തുൽ വുജൂദ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർ അതിന് കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന റോള് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം വഹദത്തുൽ വുജൂദ് എന്ന് വെച്ചാൽ ഏകത്വം, അഥവാ അള്ളാഹു മാത്രമാണ് ഏകൻ എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവർ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് ആൾസോ എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രാക്ടീസസ് ലൈക്ക് സിയാറത്ത്. മക്കാമുകളിലൊക്കെ തന്നെ സിയാറത്ത് ചെയ്യുന്നതിൽ അവർ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ദ സൂഫി മൂവ്മെൻറ്റ് ആസ് ഇറ്റ് എമർജ്ഡ് ഇൻ ഇന്ത്യ ഹാഡ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. താഴെ പറഞ്ഞ ഫീച്ചേഴ്സുകളിലാണ് സൂഫി മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉടലെടുത്തത്. സൂഫി ഹാസ് ഓർഗനൈസ്ഡ് ഇൻ എ നമ്പർ ഓഫ് ഡിഫറൻറ്റ് സിൽസില. വ്യത്യസ്തമായ തരീക്കത്തുകളിലൂടെയാണ് സൂഫികൾ ഓർഗനൈസ് അവർ ഒരുമിച്ച് കൂടിയത്. ഇതിലൊക്കെ തന്നെ പ്രത്യേകമായ മുരീദുമാറും അതുപോലെ തന്നെ പ്രത്യേകമായ സൂഫിയും അതുപോലെ തന്നെ പീർ എന്ന് പറയും. പീർ എന്ന് വെച്ചാൽ മുരീദിനെ പറയുന്നതാണ്. സൂഫി സന്യാസികളൊക്കെയാണ് ഇതിനെ നയിക്കുന്നത്. അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് മുർഷിദീങ്ങളും ഉണ്ടാവും. Okay, the Sufis believed that for union with God one needs a spiritual guru or peer. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ഒരു സ്പിരിച്വൽ ദൈവികമായ ഒരു അടുക്കാൻ വേണ്ടി ഒരു ഗുരു അഥവാ ഒരു മുർഷിദ് അത്യാവശ്യമാണെന്ന് അവർ വിശ്വസിച്ചു. അവർ ഹാങ്കായിലാണ് അവർ ജീവിച്ചത്. ഹാങ്ക എന്നുള്ളത് സൂഫി ആക്ടിവിറ്റീസ്, സൂഫി ചെയ്തികളൊക്കെ ചെയ്യുന്നതിൻ്റെ സെൻറ്ററായിട്ടാണ് ഹാങ്ക അറിയപ്പെടുന്നത്. ഹാങ്കയിലൂടെ വ്യത്യസ്തമായ മദ്രസകളും അതുപോലെ തന്നെ സൂഫി ലേണിംഗ് ഒക്കെ തന്നെ പഠിപ്പിക്കുന്ന ഒരു സെൻറ്ററായിരുന്നു ഹാങ്ക എന്നുള്ളത്. മാത്രമല്ല ഒരുപാട് സൂഫികളൊക്കെ തന്നെ മ്യൂസിക്കൽ മേഖലയിലേക്ക് മ്യൂസിക്കൽ സമ്മേളനം അവർ ഉണ്ടായി. അഥവാ നമുക്കറിയാം നമ്മളൊക്കെ തന്നെ ബുദ്ധ അതുപോലെയുള്ള കവാലിയൊക്കെ തന്നെ ഈ മേഖലയിലൊക്കെ ആയിട്ട് ചില സൂഫികൾ എന്താണ് എൻജോയ് ചെയ്തു. The ziyarat or pilgrimage to the tombs of the Sufis and soon emerged as an important form of ritual pilgrimage. മക്കാമുകളിലും അതുപോലെ തന്നെ മശായിഹമാരുടെയൊക്കെ തന്നെ സിയാറത്ത് ചെയ്യലോടുകൂടി അവർക്ക് പ്രത്യേകമായ ഒരു റിച്വൽ പരമായിട്ട് അവർക്കൊരു ആവേശം അഥവാ ഈമാൻ കൂടുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ സൂഫീസ് ബിലീവ് ഇൻ ദി പെർഫോമൻസ് ഓഫ് മിറക്കിൾസ്. അവർക്ക് മൗജിദത്തും അതുപോലെ തന്നെ കറാമത്തിലൊക്കെ തന്നെ അവർ വിശ്വസിച്ചു. ഓൾമോസ്റ്റ് ഓൾ പിയേഴ്സ് വെയർ അസോസിയേറ്റഡ് വിത്ത് മിറക്കിൾസ് പെർഫോംഡ് ബൈ ദം. ചില സൂഫികൾക്ക് അവരുടേതായ പ്രത്യേകമായ കറാമത്തുകൾ അവരിൽ നിന്ന് ഉടലെടുക്കുകയുണ്ടായി. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സൂഫി ഓർഡേഴ്സ് ഇന്ത്യയിലെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. ഓക്കെ, മാത്രമല്ല the different Sufi order has diverse approaches about the matters of polity and state. ഓരോ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പോലും പണ്ടത്തെ സൂഫികൾ ഇടപെട്ടിരുന്നു. ഇനി അടുത്തത് പറയുന്നത് ഓരോ തരീക്കത്തുകളെ കുറിച്ചാണ്. നമുക്കൊക്കെ തന്നെ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ചിശ്തി സിൽസില, ചിശ്തി തരീക്കത്തിനെ കുറിച്ചാണ്. അത് ഉണ്ടാക്കുന്നത് മൊയ്നുദ്ദീൻ ചിശ്തി അവർകളാണ്. ഇന്ത്യയിൽ ഇത് ചിശ്തി ഓർഡർ ഉണ്ടാക്കുന്നത്. അദ്ദേഹം എന്താണ്, ഹി സീംസ് ടു ഹാവ് മൂവ്ഡ് ഇൻ ടു ഇന്ത്യ ആഫ്റ്റർ ദ ഇൻവേഷൻ ഓഫ് മുയിസുദ്ദീൻ മുഹമ്മദ് ഗോറി. ഈ ഇന്ത്യയിലേക്ക് നീങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെ അജ്മീറിൽ താമസിക്കുകയും ചെയ്യുന്നത്.
ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്നാണ് അദ്ദേഹം മരണത്തിന് ശേഷം അറിയപ്പെടുന്നത്, ഫേമസ് ആവുന്നത്. 1235 അദ്ദേഹം മരണപ്പെട്ടത്, വഫാത്തായത്. അദ്ദേഹത്തിൻ്റെ മുഗൾ എംപറർ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ദർഗ വലുതാക്കുകയും അങ്ങനെ ദർഗ ഒരു സഞ്ചാര കേന്ദ്രമായി അഥവാ സിയാറത്ത് ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറുകയും ചെയ്യും. ഇന്നും ഏതൊരു പ്രധാനമന്ത്രിയായാലും എല്ലാ ആളുകളും തന്നെ സിയാറത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ സന്ദർശിക്കുന്ന ഒരു കേന്ദ്രമാണ് മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങളുടെ ദർഗയിൽ. The Chishti presence in Delhi was established Qutbuddin Bakhtiar Kaki, who settled in Delhi from his homeland in Transoxiana in 1221. ഈ ചിസ്തി എന്താണ് ഡൽഹിയിലാണ് ഉണ്ടാക്കിയത്. മഹാനായ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കിയാണ് ഇത് ഉണ്ടാക്കിയത്. ഡൽഹിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് മഹാനായ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കിയാണ്. മഹാനവറുടെ പ്രസൻസ് ഡൽഹിയിലുണ്ടായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സുഹ്റവദി തരീഖത്തിലെ ആളുകൾക്ക് ഒരു ഭീഷണിയായിരുന്നു. ഓക്കെ, the Sultan of Delhi Iltutmish dismissed these attempts, eventually forcing the Suhrawadis to relent. ഇങ്ങനെ സുഹ്റവദിയുടെ തരീഖത്തിൻ്റെ അവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് കാരണത്താൽ, ഭീഷണി കാരണത്താൽ എന്താണ് ഇൽത്തുമിഷ് രാജാവ് എന്താണ് ഈ അറ്റംപ്റ്റ്സ് അവരുടെ ക്രമേണ ഉണ്ടാവുന്ന സുഹ്റവദി തരീഖത്തിനെ ഒരു അനുകമ്പയിലേക്ക് അവരെ നയിച്ചു. അവരുമായിട്ട് നല്ല അനുകമ്പമായ രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് മഹാനായ ഇൽത്തുമിഷിൻ്റെ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ആർഗ്യൂഡ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഡിവോഷൻ ടു ഗോഡ് വാസ് ടു റിഡ്രസ് ദ മിസറി ഓഫ് ദോസ് ഇൻ ഡിസ്ട്രസ്, ഫുൾഫില്ലിംഗ് ദ നീഡ് of the helpless and to feed the hungry. മഹാനായ മൊയ്നുദ്ദീൻ ചിസ്തി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഡ്രസ്സുകളിലൊന്നും തന്നെ പരിഗണിക്കാതെ, അതുപോലെ തന്നെ ഭക്ഷണത്തിനൊന്നും പ്രാധാന്യം കൽപ്പിക്കാതെ ജീവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ എത്താൻ കഴിയുക എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് മഹാനായ മൊയ്നുദ്ദീൻ ചിസ്തി റഹിമഹുല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഓക്കെ, they refused to accept any grant for their maintenance from the sultan. ഭരണാധികാരികളിൽ നിന്ന് ഗിഫ്റ്റ് ഗ്രാൻഡ് കരസ്ഥമാക്കുന്നത് അവരെ നിരുത്സാഹപ്പെടുത്തി, അതിനെ എതിർത്തു. മാത്രമല്ല the other important ചിസ്തി ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ established himself at ഹൻസി on the road between Multan and Lahore. മഹാനായ മറ്റ് പ്രധാനപ്പെട്ട ചിസ്തി തരീഖത്തിലെ ആളാണ് ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ എന്ന് പറയുന്ന മഹാനവർകൾ. അദ്ദേഹം ഹൻസി എന്ന് പറയുന്ന ഹരിയാനയിലെ ഹൻസി എന്ന് പറയുന്ന ഏരിയയിലാണ് ഇത് ചിസ്തി ഓർഡർ ഉണ്ടാക്കിയത്. ഓക്കെ, during his lifetime he was a witness to the establishment of the Khalji rule after the death of Balman and subsequently the establishment of Tughlaq ഭരണകൂടത്തിൻ്റെ ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ ബൽബാൻ്റെ മരണശേഷം ഖൽജി ഭരണകൂടത്തെ ഉണ്ടാക്കുന്നതിലും പ്രധാനപ്പെട്ട റോള് വഹിച്ച മഹാനായ ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ എന്ന് പറയുന്ന മഹാൻ. ഓക്കെ, the Khaja is said to have maintained a strict policy of not involving himself with the various group of and factions of the Sultan's court in Delhi, earning him the respect of many. മഹാനായ ഖാജ എന്താണ് ഡൽഹി ഭരണകൂടത്തിൽ നിന്നുള്ള സുൽത്താൻമാരുടെ കോട്ടകളിലൊക്കെ തന്നെ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിലും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ മുഴുകുന്നതിന് എതിർത്തിരുന്നു, സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറിയിരുന്നു.
ഓക്കെ. ഹി പ്ലേഡ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ദി പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് ദി പീരീഡ്. അദ്ദേഹം അന്ന് കാലത്തുണ്ടായ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ നയതന്ത്രമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടിരുന്നു, ആക്റ്റീവായിരുന്നു. ഇൻ ദി 13th century ദ ജിസ്റ്റി ഓർഡർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഡെക്കൻ ബൈ ഷെയ്ഖ് ബുർഹാനുദ്ദീൻ ഗരീബ്. മഹാനായ ഷെയ്ഖ് ബുർഹാനുദ്ദീൻ ഗരീബിൻ്റെ നിയന്ത്രണത്തിൽ ജിസ്റ്റി ഓർഡർ 13ാം നൂറ്റാണ്ടിൽ ഡെക്കാനിലും ഉണ്ടാക്കി. പിന്നെ പറയാൻ പോകുന്നത് മുഹമ്മദ് ബന്ദ നവാസ് ഈസ് എമംഗ് ഫേമസ് പീസ് ഇൻ ദ റീജിയൻ. ദ ഡെക്കാൻ സിറ്റി ഓഫ് ബിജപ്പൂർ എമർജ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ സൂഫി ആക്ടിവിറ്റി. മഹാനായ മുഹമ്മദ് ബന്ദ നവാസ് എന്ന് പറയുന്ന മഹാൻ ഈ മഹാന്മാരുടെ കൂട്ടത്തിൽ ചിശ്തി തരീഖത്തിലെ പ്രധാനപ്പെട്ട മഹാനാണ്. മുഹമ്മദ് ബന്ദ നവാസ് എന്ന് പറയുന്ന മഹാൻ ഡെക്കാനിലെ ഒരു സൂഫി ആക്ടിവിറ്റിയുടെ പ്രധാന കേന്ദ്രമായിട്ട് ഇദ്ദേഹം മാറ്റി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുഹ്റവർദി സിൽസിലയാണ്. ഇത് ശിഹാബുദ്ദീൻ സുഹ്റവർദി ആണ് ബഗ്ദാദിൽ ഉണ്ടാക്കിയ ത്വരീഖത്താണ് സുഹ്റവർദി ത്വരീഖത്ത് എന്നുള്ളത്. ഇന്ത്യയിൽ ബഹാവുദ്ദീൻ സക്കരിയ എന്ന് പറയുന്ന മഹാനാണ് സുഹ്റവർദി ത്വരീഖത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഹി വാസ് എ ക്രിറ്റിക്കൽ ഓഫ് ഖുബാക്ക ആൻഡ് ഓപ്പൺലി ഫേവർഡ് ഇൽത്തുമിഷ് ഓവർ ഹിസ് റിവൽ. ഹിസ് വേസ് വെർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി ചിസ്തീസ്. മഹാനായ ബഹാവുദ്ദീൻ സക്കരിയ എന്ന മഹാനാകൾ അദ്ദേഹത്തിൻ്റെ നയങ്ങളൊക്കെ തന്നെ ചിസ്തി തരീഖത്തിന് നിന്ന് വ്യത്യസ്തമായ ഒരു നയങ്ങളായിരുന്നു അവരുടെ. അതുപോലെ തന്നെ മഹാനകൾ ഇൽത്തുമിഷിൻ്റെ ഭരണകാലത്ത് അവരുടെ നയങ്ങൾക്കെതിരെ പോരാടിയിരുന്നു, ഓപ്പണായിട്ട് പെരുമാറിയിരുന്നു. ഓക്കെ. ഓപ്പൺലി ഫേവർഡ് ഓവർ ഹിസ് റിവൽ. The Suhrawardis, unlike the Jishtis, accept the maintenance grants from the Sultan. ഇവർ അതുമാത്രമല്ല, സുഹ്റവർദി തരീഖത്ത് ജിസ്തികളെ പോലെയല്ല, മറിച്ച് അവർ സുൽത്താൻമാരിൽ നിന്ന്, ഭരണകർത്താക്കളിൽ നിന്ന് ഗിഫ്റ്റുകളൊക്കെയും അതുപോലെ തന്നെ ഗ്രാൻഡുകളൊക്കെയും തന്നെ അവർ സ്വീകരിച്ചിരുന്നു. They believed that a Sufi should possess 3 attributes of property, knowledge and hal or mystical enlightenment. ഇവർ പ്രത്യേകമായിട്ട് അവർ വിശ്വസിച്ചത് ഓരോ സൂഫികൾക്കും 3 കാര്യങ്ങൾ അവർക്കുണ്ടാവണം. ഒന്ന് സമ്പത്തുണ്ടാവണം, അതുപോലെ തന്നെ നോളജ് ഉണ്ടാവണം, അതുപോലെ തന്നെ ആൻഡ് ഹൽ ഓർ മിസ്റ്റിക്കൽ എൻലൈറ്റ്മെൻറ്റ്. അവർക്ക് പ്രത്യേകമായ മിസ്റ്റിക്കൽ നിഗൂഢമായ അവർക്കൊരു ചിന്തയും അവർക്കുണ്ടാവണം. പ്രത്യേകമായ സൂഫി ചിന്താശേഷിയും അവർക്കുണ്ടാവണം എന്നുള്ള 3 കാര്യങ്ങൾ അവർക്കുണ്ടാവണമെന്ന് അവർ വിശ്വസിച്ചു. Practices like bowing before the sheikh, presenting water to visitors and honoring the head at the time of initiation into the order that the Jistis had adopted were rejected. ജിസ്തികൾ സ്വീകരിച്ചിരുന്ന മുരീദന്മാരുടെ അടുത്ത് പോയിട്ട് കുനിയലും അതുപോലെ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി കുനിയലും അതുപോലെ തന്നെ വിസിറ്റേഴ്സിന് വെള്ളം കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെ അവർ ഒഴിവാക്കി. ഇനി അടുത്ത് നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത് നക്ഷബന്ദി തരീഖത്താണ്. ഇന്ത്യയിൽ ഖാജ ബഹാവുദ്ദീൻ നക്ഷബന്ദിയാണ് ഈ തരീഖത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ഇവരെന്താണ് ശരീഅത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ബിദഅത്തിനെതിരെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്ത സിൽസിലയാണ് ത്വരീഖയാണ് നക്ഷബന്ദി തരീഖ എന്നുള്ളത്. Sheikh Baqi Billah, the successor of Khaja Bahauddin Naqshbandi, settled near Delhi, and his successor Sheikh Ahmad Sirhindi attempted to purge Islam from all liberal and what he believed were un-Islamic practices. മഹാനായ നക്ഷബന്ദി തരീഖത്തിലെ ആളുകളാണ് ഷെയ്ഖ് ബഖി ബില്ല എന്ന് പറയുന്ന ഖാജ ബഹാവുദ്ദീൻ നക്ഷബന്ദിയുടെ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ട് വന്ന ഷെയ്ഖ് ബഖി ബില്ലയും അതുപോലെ തന്നെ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയും അവരൊക്കെ തന്നെ ഇസ്ലാമിനെതിരെ വരുന്ന ഓരോ കാര്യങ്ങളും അവർ ശക്തമായി എതിർത്തിരുന്നു. അതുപോലെ തന്നെ അനിസ്ലാമികപരമായ കാര്യങ്ങളൊക്കെ തന്നെ അവർ എതിർത്ത് അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അവർ
റിലീജിയസ് മ്യൂസിക് അഥവാ കവാലി അങ്ങനെയുള്ള മ്യൂസിക്കുകളെ അവർ ഓപ്പോസ് ചെയ്തിരുന്നു. ഹി ഓപ്പോസ് ദ ഇൻറ്ററാക്ഷൻ വിത്ത് ഹിന്ദുസ് ആൻഡ് ഷിയാസ്, ഷിയാക്കളോടും ഹിന്ദുക്കളോടും അവരുമായിട്ട് അഭിസംബോധന ചെയ്യുന്നതിനെ എതിർത്തു. അതുപോലെ തന്നെ ഹി ക്രിറ്റിസൈസ് ദ ന്യൂ സ്റ്റാറ്റസ് അക്കോർഡ് ബൈ അക്ബർ ടു മെനി non Muslims and the withdrawal of jizya and the ban of cow slaughter. അതുപോലെ തന്നെ അക്ബറിൻ്റെ കാലത്തുണ്ടായ ഹിന്ദുക്കളോട് നൺ മുസ്ലിങ്ങളോട് ഉണ്ടായ അവരോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ ജിസിയ നിഷേധിച്ചതിനൊക്കെ തന്നെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്തു. അതുപോലെ തന്നെ ഹി ബിലീവ് ദാറ്റ് ഹി വാസ് എ മുജദ്ദിദ്, അദ്ദേഹം ഒരു മുജദ്ദിദായിട്ട് അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ തന്നെ ഹി എംഫസൈസ്ഡ് ദ ഇൻഡിവിജ്വൽസ് യൂണിക് റിലേഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഗോഡ് ആസ് എ ക്രിയേറ്റർ. ദൈവത്തെ പോലെ തന്നെ കാണുകയും ആ ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ഓരോ വ്യക്തികൾക്കിടയിലും പ്രോത്സാഹിപ്പിച്ചു. He tried to harmonize the doctrines of mysticism and the teachings of Orthodox Islam. ഇസ്ലാമിക തത്വശാസ്ത്രങ്ങളെയും അതുപോലെ തന്നെ മതാനുഷ്ഠാനങ്ങളെയും പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം ട്രൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഖാദിരി സിൽസില, ഖാദിരിയ തെരീക്കത്തിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് അതും കഴിയുന്നതോടുകൂടി നമുക്ക് ഇന്നത്തെ പാഠഭാഗം നമുക്കിന്ന് അവസാനിപ്പിക്കാം. നമുക്കൊക്കെ തന്നെ അറിയാം, പഞ്ചാബിൽ ഖാദിരിയ തെരീക്കത്ത് വളരെ പോപ്പുലറായിരുന്നു. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹു തആല അൻഹുയുടെ പരമ്പരയിൽ വരുന്നതാണ് ഖാദിരി സിൽസില എന്നത്, ഖാദിരി തെരീക്കത്ത് എന്നുള്ളത്. ഓക്കെ, ദ ബേസ് ഓഫ് ദി ഓർഡർ സപ്പോർട്ട് ദ കൺസെപ്റ്റ് ഓഫ് വഹ്ദത്തുൽ വുജൂദിനെ എന്ന കൺസെപ്റ്റിനെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. Among the famous Sufis of this order was Mian Mir, who had enrolled the Mughal princess of Jahanara and her brother Dara as disciples. അവരുടെ പ്രധാനപ്പെട്ട സൂഫികളിൽപ്പെട്ട ആളാണ് മിയാൻ മിർ എന്നുള്ള മഹാൻ. അതുപോലെ തന്നെ ഷാഹ് ബദഖ്ശാനി, another peer of this silsila, while dismissing orthodox elements, declared that the infidel who had perceived reality and recognized it was a believer, and that a believer who did not recognize reality was an infidel. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പിയർ അഥവാ മുർഷിദുകളിൽപ്പെട്ടതാണ് ഷാഹ് ബദഖ്ശാനി എന്ന് പറയുന്ന മഹാനും. അവരൊക്കെ തന്നെ ഈ സിൽസിലയെ വേണ്ടി അഥവാ ഈ സിൽസിലയെ മെച്ചപ്പെടുത്തുന്നതിന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തവരാണ് മഹാനായ ഷാഹ് ബദഖ്ശാനി എന്നവർ. ഓക്കെ, ദ സൂഫീസ് ഫീച്ചേഴ്സ് on both sides. While there were those like the Chistis who held a liberal view and argued in favor of assimilation of local traditions, there were others like Sheikh Abdul Haq of the Qadiriya Silsila who held a view that purity of Islam was being diluted. അതുപോലെ തന്നെ ഇവരിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് അബ്ദുൽ ഹക്ക് എന്ന് പറയുന്ന മഹാനും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളാണ് ഇവരൊക്കെ തന്നെ കാര്യമായിട്ട് ചെയ്തത്. അവരുടെ മഹാന്മാരായ അവരുടെ മുരീദുകളെ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി അവരുടെ ജീവിതത്തിൽ പകർത്തുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ യഥാവിധി മനസ്സിലാക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളൊക്കെ തന്നെ തേടുകയാണ് ഇവരൊക്കെ തന്നെ ചെയ്തത്. ഇങ്ങനെ ഓരോ തെരീക്കത്തുകളും ഇന്ത്യയിൽ വ്യാപിക്കുകയും മെഡീവൽ ഇന്ത്യയിൽ നാച്ചുറൽ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ പരമായിട്ട് മാറ്റങ്ങൾ വന്ന രീതിയാണ് ഇങ്ങനെ ഓരോ സൂഫികളും ഓരോ സൂഫി സിൽസിലകളും വന്നതോടുകൂടി. ഇന്ത്യയിലെ പ്രധാന സിൽസിലകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ധാരാളമായിട്ട് തസൂഫിൻ്റെ മേഖലയിലൊക്കെ തന്നെ പഠിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് വിശാലമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊക്കെ തന്നെ അറിയാത്ത ഭാഗങ്ങളൊക്കെ തന്നെ യഥാവിധി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഈ മഹാന്മാരുടെയൊക്കെ തന്നെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇവയുടെ പാത പിന്തുടരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറയുന്നതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.